നിന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. നീ എന്നെ കല്യാണം കഴിക്കുകയാണെങ്കിൽ എന്താണ് കഷ്ടതയെന്ന് നിനക്ക് അറിയേണ്ടി വരില്ല. കല്യാണം കഴിഞ്ഞെന്ന് കരുതി നാടകം നിർത്തേണ്ടി വരില്ല. നിന്റെ പിറകിൽ ശക്തിയായി ഞാനുണ്ടാവും. നിന്റെ അഭിപ്രായം പറയൂ. എന്റെ അഭിപ്രായത്തെക്കാളും എനിക്ക് എന്റെ അമ്മാവന്റെ അമ്മായിയുടെ ഇഷ്ടമാണ് പ്രധാനം. ശൈലു, നിനക്ക് നല്ലൊരു ജീവിതം കിട്ടണമെന്ന് ഞങ്ങളുടെ ആഗ്രഹം. നീ സുഖമായിട്ടിരുന്നാ മതി. ഞങ്ങൾക്ക് ഈ ബന്ധം ഇഷ്ടമായി. എനിക്കും ഇഷ്ടമായി. സെയിം ടു സെയിം. നല്ല ഇഷ്ടമായി. നിന്നെപ്പറ്റി തിരക്കിയിട്ടാണ് ഞാൻ വരുന്നത്. നിനക്ക് നാടകത്തിന്റെ തിയേറ്റർ കെട്ടാൻ ആഗ്രഹമുണ്ട്, പക്ഷെ അത് നടക്കുന്നില്ല. ഏയ് താള. $10 ലക്ഷം നാടക തിയേറ്റർ കെട്ടാൻ വേണ്ടി ഞാൻ തരുന്ന സമ്മാനം. അയ്യോ, നീ എന്നെ കല്യാണം കഴിക്കാൻ സമ്മതിച്ചാലും ഇല്ലെങ്കിലും ഈ പണം നിന്റെ ഫാനായിട്ട്, കലാദേവി ആരാധകനായിട്ട് നിനക്ക് തരുവാണ്. എന്റെ ഭാര്യയായി, കോടിക്കണക്കിന് സ്വത്തുക്കളുടെ അവകാശിയായി വരുന്നു. അതിന് നിനക്ക് സമ്മതമെങ്കിൽ ഇപ്പൊ തന്നെ ഉത്തരം തരുമോ? ഇല്ലെന്നുണ്ടെങ്കിൽ ഞാനിപ്പോ ഒരു തീരുമാനത്തിലെത്തിയിരിക്കുക. എന്താ കൊച്ചളിയ? തൃശ്ശൂരിനെ കണ്ടുപിടിക്കാനായില്ല. എവിടെ പോയിന്ന് ആർക്കും അറിയൂല. നമ്മൾ എങ്ങനെയൊക്കെ അന്വേഷിച്ചിട്ടും അവനെ കണ്ടുപിടിക്കാനും ആവുന്നില്ല. സോ ഈ വീട്ടിലെ ഒരു അംഗത്തെ കാണാനില്ലെന്ന് പറഞ്ഞ് ഒരു പോലീസ് കംപ്ലൈന്റ് കൊടുക്കാൻ പോവാ. എന്താ പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കാൻ പോന്നോ? തൃശ്ശൂരിനെ കാണാതായിട്ട് ഒരുപാടായില്ലേ. നമ്മൾ അന്വേഷിക്കുന്നതിന്റെ കൂടെ നിയമപ്രകാരം തന്നെ പോലീസും അവനെ ഒന്ന് അന്വേഷിക്കട്ടെ. അല്ലെങ്കിൽ ചിലപ്പോ നമുക്കാർക്കും അവനെപ്പറ്റി ഒരു ചിന്തയില്ലാന്ന് തോന്നിപ്പോകും. ധനഞ്ജയ, ഇപ്പോൾ അതിന്റെ ആവശ്യം എന്താടാ? ദിഗ്വിജയനെ കാണാതായപ്പോ കൊടുക്കണമായിരുന്നു. അപ്പൊ കൊടുത്തില്ല. ശിവാനി മരിച്ചപ്പോ നമ്മൾ കൊടുത്തു. അതുകൊണ്ട് ഒരു പ്രയോജനം ഉണ്ടായില്ല. അത് വേണ്ട വിധത്തിൽ പ്രഷർ കൊടുത്ത് അന്വേഷിക്കാൻ പറഞ്ഞാലേ ഏത് ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിലും അവരുടെ ജോലി ചെയ്യുള്ളൂ. എന്നാലും തൃശ്ശൂലിനെ കാണാനില്ലെന്നും പറഞ്ഞ് കംപ്ലൈന്റ് കൊടുക്കുന്നത് എനിക്കെന്താ ശരിയായിട്ട് തോന്നുന്നില്ല. ശരിയാണോ അല്ലയോ എന്ന് ഞാൻ ആരോടും ചോദിച്ചില്ല. അങ്ങനെ ആരുടെ അഭിപ്രായം തൽക്കാലം എനിക്ക് വേണ്ട. ശരിയായത് മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ. അത് തെറ്റാ. നിങ്ങൾ ഈ കാണിക്കുന്നത് ഓവറാണെന്ന് നിങ്ങൾക്ക് തന്നെ തോന്നുന്നില്ലേ? ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. വന്ന നാള് മുതൽ നിങ്ങൾ എല്ലാവരുടെ അടുത്ത് അധികാരം കാണിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾ ഇവിടുത്തെ ആരാ? വീണേ, നീ എന്താ ഈ പറയുന്നത്? നീ കൊച്ചു പെണ്ണാണ്. ഇങ്ങനെയൊന്നും സംസാരിക്കാൻ പാടില്ല. ആ ഇരിക്കുന്നത് നിന്റെ ചെറിയച്ഛനാ. ഇദ്ദേഹം ചിറ്റപ്പനാണ്, അല്ലാതെ അച്ഛനൊന്നുമല്ല. ഈ കാര്യം അദ്ദേഹത്തിന് ഓർമ്മയുണ്ടാവണം. നിങ്ങൾ ഈ വീട്ടിലെ കാര്യങ്ങളിൽ തലയിടാൻ വരണ്ട. അതിനായിട്ട് ഇവിടെ എന്റെ അച്ഛനുണ്ട്.
നിങ്ങളുടെ കാര്യം എന്താണോ അത് മാത്രം ചെയ്താൽ മതി. നിങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ വന്ന ഒരു അതിഥി, അത്രേ ഉള്ളൂ. അത് നിങ്ങൾ മറന്ന് ബിഹേവ് ചെയ്യാൻ നിൽക്കണ്ട. വീണ, നീ എന്തെങ്ങനെ സംസാരിക്കുന്നേ? ഇതൊക്കെ നമ്മുടെ വീടിന് വേണ്ടിയാ ചെയ്യുന്നേ. എന്റെ ഏട്ടന്റെ കുടുംബം നന്നായിരിക്കട്ടെ എന്ന് കരുതിയാ ഞാൻ ഇതിനെല്ലാം ഇറങ്ങി പുറപ്പെട്ടത്. എനിക്ക് മനസ്സിലാവുന്നുണ്ട് നിങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിന് ചെയ്യുന്ന ഉപകാരങ്ങളെല്ലാം. ഏതോ ഒരു പെണ്ണിനെ വിളിച്ചോണ്ട് വന്നിട്ട് എന്റെ ഏട്ടനെ കൊണ്ട് നിങ്ങൾ കെട്ടിക്കാൻ ട്രൈ ചെയ്യുന്നുണ്ടല്ലോ, അതാണോ നിങ്ങൾ ചെയ്യുന്ന നന്മ? നോക്ക്, ആ സമയത്ത് അവൻ അനുഭവിക്കുന്ന അവസ്ഥ കണ്ടിട്ട് അവൻ എന്തെങ്കിലും ചെയ്തു പോയാലൊന്ന് കരുതി മാത്രമാണ് ഞാൻ ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്. ഏട്ടൻ ഇപ്പോൾ മറ്റൊരു കല്യാണം നടത്തിയാൽ അവന്റെ വേദനയൊക്കെ മാറുമെന്നാണോ? അവന്റെ വേദന എന്താണെന്ന് അറിയാതെ നീ സംസാരിക്കരുത്. ചേട്ടന് വേദനയില്ല, ഒന്നുമില്ല. നിങ്ങൾക്കൊരു കാര്യം അറിയോ? അവൻ സുഖമായിട്ടിരിക്കുക. ഞാൻ കല്യാണം കഴിഞ്ഞ നിങ്ങളുടെ വീട്ടിലേക്ക് വരുമ്പോ കൂടെ എന്റെ അമ്മാവനെ അമ്മായിയും കൂട്ടാലോ അല്ലേ? അത്രേ ഉള്ളൂ. അമ്മായി അമ്മാവൻ മാത്രമല്ല, ഈ വീട് മൊത്തത്തിൽ എഴുതുണ്ടോ നമുക്ക്. എനിക്ക് ഈ കല്യാണത്തിന് സമ്മതമാണ്. സീറോ, നീ എന്താ ഇവിടെ ചെയ്യുന്നേ? നിനക്കൊരു കാര്യം അറിയോ? ദൈവം ഇന്ന് എനിക്ക് വലിയൊരു വരം തന്നു. അദ്ദേഹത്തിന് പോലും അറിയാം ഞാൻ വലിയ സ്റ്റാർ ആണെന്ന്. അത് പോരാഞ്ഞ് ഞാനൊരു കോടീശ്വരനെ കല്യാണം കഴിക്കാൻ പോവാണെന്ന്. അല്ല മാഡം, നിങ്ങൾ എന്ത് വലിയ സ്റ്റാർ. നിങ്ങൾ ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തേണ്ടതല്ലേ? നിങ്ങളുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ നിങ്ങൾ തന്നെ സ്വയമായിട്ട് മറന്നു കളയാണെന്ന് തോന്നില്ലേ? എടാ സീറോ, എന്റെ ബ്യൂട്ടിയെ പറ്റി നീ എന്താ വിചാരിച്ചിരിക്കുന്നേ? അവനെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഈ ബ്യൂട്ടി അവന്റെ ഹാർട്ട് ലൂട്ട് ചെയ്ത് അവനെ ബ്രെയിൻ വാഷ് ചെയ്തിട്ട് ഞാൻ സൂര്യനാണെങ്കിലേ ഞാൻ ഭൂമിയെ പോലെ എന്റെ ചുറ്റും ചുറ്റിക്കും. നോക്കിക്കോ, അവനെ എന്റെ ഡാൻസ് കണ്ടിട്ട് ക്ലീൻ ബൗൾഡ് ആയി പോവും. പിന്നെ എന്റെ സ്നേഹം കണ്ടിട്ടേ അവൻ അവിടെ തന്നെ അങ്ങ് ഫ്ലാറ്റ് ആയി പോവും. നോക്ക്, ഈ സാരിത്തുമ്പ് കണ്ടില്ലേ? ഈ സാരിത്തുമ്പില് കെട്ടിയിട്ടിട്ടേ ഒരു നായ പുറകെ വരുന്നത് പോലെ അവനെ ഞാൻ നടത്തിക്കും. അതൊക്കെ കഴിയുമ്പോ അവൻ പറയും, ഷൈലു എന്റെ മുത്തേ നീ അങ്ങ് ആക്ട് ചെയ്തോ മോളെ. അല്ല മാഡം, എന്നാലും എനിക്ക് അവൻ കാണിക്കുന്നതൊക്കെ വെറും ബിൽഡപ്പ് ആയിട്ടാ തോന്നിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ എന്തായാലും ഒന്നുകൂടി ആലോചിച്ച് തീരുമാനം എടുക്കുന്നതായിരിക്കും നല്ലത്. നോക്ക്, ഈ ഷൈലു വെറുതെ ആലോചിക്കില്ല, ആലോചിച്ചത് നടത്തും. നോക്ക്, എവിടെന്നെങ്കിലും ഒരു സെക്കൻഡ് ഹാൻഡ് ഓട്ടോ എങ്ങാൻ കിട്ടുവാണെങ്കിലേ നല്ല വോളിയത്തിൽ അങ്ങ് പാട്ടൊക്കെ വെച്ചിട്ട് ഓട്ടോ ഓടിച്ച് ജീവിക്കാൻ നോക്ക്. ഈ നാടകം, സിനിമ, സീരിയൽ ഇതൊന്നും നിനക്ക് പറ്റുന്ന പണിയല്ല. അതൊന്നും നിനക്ക് മനസ്സിലാവുകയില്ല. എന്താന്ന് വെച്ചാലേ നിനക്ക് എന്റെ അത്ര എക്സ്പീരിയൻസ് ഇല്ല. അതുകൊണ്ട് തന്നെ എന്നാ പോയാലോ? ശരി, നീ എന്നാ ഇവിടെ തന്നെ നിന്നു, ഞാൻ പൊക്കോളാം. തൃശ്ശൂർ ഇപ്പൊ എവിടെയുണ്ട്? അവനിപ്പോ സുഖായിരിക്കുന്നു എന്നല്ലേ നീ പറഞ്ഞത്? തൃശ്ശൂരിനെ നീ എവിടെ വെച്ചാ കണ്ടത്? നീ എന്തിനാ അവിടെ പോയത്? അവൻ നിന്നെ കാണാൻ എങ്ങനെയോ ഇടയായോ? വീണേ, നീ എന്താ ഒന്നും മിണ്ടാത്തത്? പറയടി, തൃശ്ശൂരിൽ നീ എവിടെയാ കണ്ടത്? അവൻ സുഖമായിട്ടിരിക്കുകയാണെന്ന് ഞാൻ പറഞ്ഞപ്പോ നിങ്ങളുടെ മുഖത്ത് എന്തോ വല്ലാത്തൊരു ടെൻഷൻ ഉണ്ടല്ലോ.
അങ്ങനെയല്ല മോളെ. അവൻ സുഖമായിട്ട് ഇരിക്കുന്നു എന്നറിയുന്നത് സന്തോഷം തരുന്ന കാര്യമല്ലേ? ശരി വിട്. കംപ്ലൈന്റ് ചെയ്യുകയാണെങ്കിൽ പോലീസ് അവനെ കണ്ടുപിടിച്ച് കൊണ്ടുവരും. അല്ല, നിങ്ങൾക്ക് ഞാൻ പറഞ്ഞിട്ട് മനസ്സിലാവാത്ത എന്താ? അവനവിടെ സുഖമായിട്ട് ഇരിക്കുകയാണെന്ന് പറയുമ്പോ നിങ്ങളിപ്പോ അതും കൂടി നശിപ്പിക്കാൻ നോക്കുവാണ്. അവൻ എവിടെയോ ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ എവിടെയാണെന്ന് മാത്രം ആർക്കും അറിയില്ല. അങ്ങനെ അറിയാമായിരുന്നെങ്കിൽ നീ അത് പറഞ്ഞേനെ. നീ എന്തോ ഇപ്പൊ കള്ളം പറയാണെന്ന് എനിക്ക് തോന്നുന്നേ. ഞാനെന്തിനാ കള്ളം പറയണേ? വേണമെങ്കിൽ അജിത്തിനെ ഫോൺ ചെയ്ത് ചോദിക്ക്. അജിത്ത് ചേട്ടനെ കണ്ടിരുന്നു. അജിത്, എവിടെയാ നീ? ഒന്ന് വേഗം വീട്ടിലേക്ക് വാ. പറയാമേ. എവിടെയാ മോനെ നീ? ഞാനിവിടെ തന്നെയുണ്ട്. നീ അവിടെ ഉണ്ടെന്നുള്ള കാര്യം ഇവിടെ എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞടാ. അതൊക്കെ അവരെങ്ങനെ അറിഞ്ഞത്? അജിത്തിനെ നീ കണ്ടായിരുന്നോ? ആ, അവൻ വന്ന് റീനയോടെല്ലാം പറഞ്ഞു. റീന കൊച്ചുമുതലാളിയോട് സംസാരിക്കുമ്പോ എടുത്തു ചാടി നീ അവിടെ സുഖമായിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇപ്പോ അവരെല്ലാവരും കൂടെ അവളെ ഇങ്ങനെ ഫോഴ്സ് ചെയ്യാ. ഇനിയിപ്പോ ഞാൻ എന്താ ചെയ്യാമേ? ഞാൻ നോക്കിയിട്ട് വേറെ വഴിയൊന്നുമില്ല. നീ എത്രയും പെട്ടെന്ന് അവിടുന്ന് രക്ഷപ്പെടാൻ നോക്ക്. ഇല്ലെങ്കിൽ ഇവരെല്ലാവരും കൂടെ വന്ന് കൃഷ്ണയും അയാളെ കല്യാണം നടത്തും. അമ്മ, ഞാനിവിടുന്ന് എങ്ങോട്ടേക്കെങ്കിലും പോവാം. പക്ഷെ എന്നെ തേടി വരുന്നവര് ഇവിടെ ശൈലുവിനെ എങ്ങനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെയും അത് പ്രശ്നമായി തീരല്ലേ ഉള്ളൂ അമ്മേ. അപ്പൊ പിന്നെ നമ്മൾ ഇനി എന്ത് ചെയ്യും മോനെ? ഇവിടെ ശൈലു കൺവിൻസ് ആയി എന്റെ പ്ലാനിന് സമ്മതം മൂളി വരുന്നത് വരെ കുറച്ച് കഷ്ടമാണെന്നേ. അജിത്താണെങ്കിൽ ശൈലുവിനെ കാണാൻ ചെയ്തു. ഇവള് ശിവാനിയാണെന്ന് കരുതിയിരിക്കുന്നത്. അവനത് ആരോടും പറയില്ല എന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. ശരി മോനെ. അജിത്, നീ തൃശ്ശൂരിനെ കണ്ടോ? എവിടെയുണ്ട് അവൻ? അവൻ എന്ത് ചെയ്യാ അവിടെ? അവൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ട് എത്ര നാളായി? ഒരു പെണ്ണിന്റെ മനസ്സില് കല്യാണമോഹം ഉണ്ടാക്കിയിട്ടാവും പോയത്. അവളെ കല്യാണ മണ്ഡപത്തിന്റെ പകുതി വഴിയിൽ ഉപേക്ഷിച്ച പോയെ. പറ അജിത്തെ, നിന്നോടല്ലേ ചോദിക്കുന്നത്? തൃശ്ശൂർ എവിടെയാ? വീണയുടെ ഫ്രണ്ട് എന്ന് പറയുമ്പോ നീ ഈ ഫാമിലിയിലെ ഒരംഗത്തെ പോലെ തന്നെയാ. അവൻ ഈ വീട് വിട്ടു പോയതിൽ പിന്നെ ഞങ്ങൾക്ക് എത്രമാത്രം സങ്കടവും വേദനയും ഉണ്ടെന്ന് നിനക്കറിയാവുന്ന കാര്യമല്ലേ? ദേ നോക്ക്, ഈ വീട്ടിലുള്ളവര് നിന്റെ ഒരു മറുപടിക്കായിട്ട് കാത്തിരിക്കുക. എന്താ ഒന്നും മിണ്ടാത്തത്? എന്തെങ്കിലും പറയ്. അല്ലാതെ തൃശ്ശൂലിപ്പോ എവിടെയുണ്ടെന്ന് വെച്ചാ എന്നാൽ അജിത്ത്, ഞാനിവിടെ ഉള്ള കാര്യം ആരും അറിയാൻ പാടില്ല, പ്ലീസ്. അത് തൃശ്ശൂലിപ്പോ എവിടെയാണെന്ന് എനിക്ക് അറിയില്ല. അറിയില്ല എന്ന് പറഞ്ഞു? അപ്പൊ വീണയോട് നീ എന്തിനാ കള്ളം പറഞ്ഞത്? അതോ നീ എന്നോട് കള്ളം പറഞ്ഞാണോ അജിത്ത് തൃശ്ശൂരിനെ കണ്ടുവന്ന്? ഇല്ല, ഞാനാ കള്ളം പറഞ്ഞത്. അത് ചേട്ടനെ കാണുന്നില്ലെന്ന് പറഞ്ഞ് വീണ ഒരുപാട് വിഷമിച്ചിരിക്കുകയായിരുന്നു. ഞാൻ അവളെ സമാധാനിപ്പിക്കാൻ വേണ്ടിയാണ് ഈ കള്ളം പറഞ്ഞത്. എന്നുവെച്ചാൽ അജിത്, നീ പറയുന്നത് സത്യമോ കള്ളമോ? അത് തൃശ്ശൂർ എവിടെയുണ്ടെന്ന് എനിക്കറിയില്ല. ഞാൻ ഒരുപാട് തവണ അവനെ വിളിച്ചു, എന്നിട്ടും അവൻ കോൾ എടുക്കുന്നില്ല. വീണ, ഞാൻ എന്താണ് അങ്ങനെ പറഞ്ഞെന്ന് വെച്ചാ... എന്നോട് ഇനി സംസാരിക്കാൻ നിൽക്കണ്ട. നിന്നെ എനിക്ക് നല്ല വിശ്വാസമായിരുന്നു. എന്നിട്ട് നീ എന്നോട് തന്നെ കള്ളം പറഞ്ഞില്ലേ? നിനക്ക് നന്നായിട്ട് അറിയാവുന്നതല്ലേ എനിക്ക് കള്ളം പറയുന്നവരെ ഒട്ടും ഇഷ്ടമല്ലാന്ന്. അല്ല വീണ, ഒരു അക്ഷരം മിണ്ടരുത്. ഇനി നമ്മൾ തമ്മിൽ ഒരിക്കലും കാണാൻ പോലും പാടില്ല. വീണ, വീണ, പറയാമേ. അജിത്ത് നിന്റെ വിശ്വാസം തകർത്തില്ല. റീനിക്ക് സമാധാനം ആവട്ടെ എന്ന് കരുതി നുണ പറഞ്ഞതാണ്. വീട്ടിലുള്ള എല്ലാവരോടും അങ്ങനെയാ പറഞ്ഞത് എന്ന് കരുതി ഈ വിശ്വാസം എന്നും ഉണ്ടാവില്ല മോനെ. നീ എത്രയും പെട്ടെന്ന് അവളെ മനസ്സിലാക്കി ഇങ്ങോട്ട് കൊണ്ടുവന്നില്ലെങ്കിൽ
ആകെ പ്രശ്നമാവും. എല്ലാരും ചേർന്ന് ആ കൃഷ്ണനെ കൊണ്ട് നിന്നെ കല്യാണം കഴിപ്പിക്കും. നീ എത്രയും പെട്ടെന്ന് ആരെയാണോ വിളിക്കാൻ പോയത് അവളെയും വിളിച്ചോണ്ട് വന്നില്ലെങ്കിൽ ഇതിനൊരു പരിഹാരം ഉണ്ടാവില്ല. വിളിച്ചോണ്ട് വരാമേ. ശൈലുവിനെ ഞാൻ ഉറപ്പായിട്ടും വിളിച്ചോണ്ട് വരും. ഇനി എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായാലും സാരമില്ല. ആ പരമേശ്വരനാണേ സത്യം. ഞാൻ അവളെയും കൊണ്ട് വീട്ടിലേക്ക് വന്നിരിക്കും. അവളാണ് ശിവാനി എന്ന് എല്ലാവരെയും ഞാൻ വിശ്വസിപ്പിക്കുകയും ചെയ്യും. ശിവാനിയുടെ മരണത്തിന് കാരണക്കാരായവർ ആര് തന്നെ ആയാലും അവരുടെ എല്ലാം മരണം എന്റെ കൈകൊണ്ടായിരിക്കും. എന്ത് പണിയാ ഞാൻ കാണിച്ചത്? തൃശ്ശൂരിന് കൊടുത്ത വാക്ക് പാലിക്കാൻ വേണ്ടി വീണയോട് എനിക്ക് കള്ളം പറയേണ്ടി വന്നു. പക്ഷേ അതിനൊരു കാരണമുണ്ടല്ലോ. നിനക്ക് പറയാൻ എന്ത് കാരണം വേണമെങ്കിലും ഉണ്ടായിക്കോട്ടെ, പക്ഷെ എന്നോട് കള്ളം പറഞ്ഞു എന്ന ഒറ്റ കാരണം കൊണ്ട് എന്റെ മനസ്സ് എത്രമാത്രം വിഷമിച്ചു എന്ന് എനിക്കറിയില്ല. കള്ളത്തിന് മേൽ ജീവിക്കുന്നത് മുള്ളിന് മേലെ ജീവിക്കുന്നത് പോലെയാണ് വീണയ്ക്ക്. ഞാനാണേൽ അവളോട് പോയി കള്ളവും പറഞ്ഞു. ഇനിയിപ്പോ എന്താ ചെയ്യാ? കോൾ ചെയ്യണം. കോൾ ചെയ്ത് അവളെ ഒന്ന് സമാധാനിപ്പിക്കണം. ഒന്ന് എടുക്ക് വീണ. ഞാൻ നിന്നോട് കള്ളം പറഞ്ഞതിന് ഒരു കാരണമുണ്ട്. നോക്കൂ പങ്കജം, കാശുകാരായ നമ്മളെ നാടകം മുഖ്യം വിളിക്കുന്നു. ചേട്ടാ ഒന്നും വേണ്ട, അവള് സുഖമായിട്ടിരുന്ന് ടിവിയും കണ്ടോണ്ട് എന്തെങ്കിലും കഴിച്ചോണ്ടിരിക്കട്ടെ. ആരുടെയോ തോട്ടത്തിലെ പുല്ല് കണ്ടിട്ട് പശുവിനെ പേടിച്ച അവസ്ഥ പോലെയുണ്ട്. നീ എന്താ ഉദ്ദേശിച്ചത്? അല്ല സാറ്, ഒന്ന് ശരിക്കും ആലോചിച്ച് നോക്ക്. ആ ചെക്കൻ കല്യാണം കഴിക്കുന്നത് ആരെയാ? ശൈലുവിനെ. നാളൊരു ദിവസം എനിക്ക് ശൈലുവിനെ മാത്രം മതി, നിങ്ങൾ ആരും വേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ശൈലു പറഞ്ഞായിരുന്നല്ലോ അവളുടെ അമ്മാവനും അമ്മായിയായി ഞങ്ങളുടെ കൂടെ ചെല്ലണമെന്ന്. കൂടെ തന്നെ ഉണ്ടാവണമെന്ന് പറഞ്ഞത് ശരിയാ. അയാൾ നിങ്ങളെ കൂടെ കൊണ്ടുപോയി നിർത്തുകയും ചെയ്യും. നിങ്ങള് ശൈലുവിന്റെ അമ്മാവൻ അമ്മായിയായി അല്ലാതെ വീട്ടിലെ ജോലിക്കാരായിട്ട് നിർത്താലോ. ആ, ഞങ്ങളെന്തിനാ അവിടെ ജോലിക്കാരായിട്ടിരിക്കുന്നത്? രാജാവിനെ രാജ്ഞിയെ പോലിരിക്കും. ആ പയ്യനുണ്ടല്ലോ, വളരെ നല്ലവനാ. അല്ല, കല്യാണം ഇഷ്ടം ഇതൊക്കെ 3 ദിവസത്തേക്കാണെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടേ. അങ്ങനെയൊക്കെ ആരാ പറഞ്ഞത്? നോക്ക് സാർ, നിങ്ങൾക്ക് ഞാൻ പറയുന്നതിലൊന്നും വിശ്വാസമില്ലെങ്കിൽ നിങ്ങൾ ഇപ്പൊ തന്നെ അവനെ ഫോൺ ചെയ്യും. ഫോൺ വിളിച്ചിട്ട് നോക്കടാ, ഞങ്ങൾക്ക് നീയായിട്ടുള്ള ബന്ധത്തിന് താല്പര്യമില്ലെന്ന് പറഞ്ഞു നോക്ക്. അപ്പൊ അവന്റെ യഥാർത്ഥ സ്വഭാവം മനസ്സിലാവില്ലേ? അവനെങ്ങാനും വന്നിട്ട് സർ അവളെ എനിക്ക് വേണം, ശൈലുവിന് എനിക്ക് ഒരുപാട് ഇഷ്ടമാണെന്ന് പറഞ്ഞ കാലി വന്ന് വീഴട്ടെ. അപ്പൊ അവൻ നല്ലവനാണെന്ന് അർത്ഥം. ഇല്ലാന്നുണ്ടെങ്കിൽ ബാക്കി നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുമല്ലോ. ശരി, ആ പരീക്ഷയെ നമുക്ക് നടത്തി കളയാം. ഏയ് ശൈലു, മുത്തുമണി, തങ്കമണി, പക്രു, എല്ലാരും വാ. എന്തു പറ്റി അമ്മാവാ? നോക്ക്, ഞാൻ നിനക്ക് കണ്ടുപിടിച്ച ബന്ധം ശരിയല്ലെന്നാ ഇവൻ പറയുന്നത്. സാറേ, നിന്റെ മുന്നിൽ വെച്ച് തന്നെ അവൻ നല്ലവനാണെന്ന് ഞാൻ പ്രൂവ് ചെയ്ത് കാണിക്കാം. നീ നോക്കിക്കോ മോളെ, ഇപ്പൊ തന്നെ വിളിക്കാം, അതും സ്പീക്കർ ഫോണിൽ. എന്നിട്ട് ഈ ബന്ധം എനിക്ക് ഇഷ്ടമല്ലെന്ന് ഞാൻ പറയാം. അപ്പോൾ ആ ശങ്കരൻ നിനക്ക് വേണ്ടി ഓടി വന്നെന്റെ കാല് പിടിക്കുന്നത് നിന്റെ 2 കണ്ണുകൾ കൊണ്ട് കണ്ടോ? അതിന്റെ ആവശ്യം എന്താ അമ്മാവാ? എന്ത് പരീക്ഷണം നടത്തിയില്ലെങ്കിലും പ്രണയത്തിന്റെ പരീക്ഷണം നടത്തിയേ മതിയാകൂ. കാരണം ജീവിക്കാൻ എല്ലാത്തിനേക്കാളും മുഖ്യം പ്രണയമാണ്. ഹലോ. ഹലോ. ഓ, നമ്മുടെ ശൈലുവിന്റെ അമ്മാവൻ. ശങ്കര, ഞാൻ നിന്നെ പറ്റി കുറെ പേരോട് അന്വേഷിച്ചു നോക്കി. അവരൊക്കെ നിന്റെ സ്വഭാവം ശരിയല്ല എന്നുള്ള ക്യാരക്ടർ സർട്ടിഫിക്കറ്റ് ആണ് എനിക്ക് തന്നിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങളുടെ ശൈലുവിനെ നിനക്ക് കെട്ടിച്ചു തരണ്ടെന്ന് തീരുമാനിച്ചു. ദയവചെയ്ത് നിങ്ങൾ അങ്ങനെ പറയരുത്. ശൈലു ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല അമ്മാവ. ദയവചെയ്ത് അങ്ങനെ ചിന്തിക്കല്ലേ. എനിക്കവളെ വേണം, എനിക്കവളെ കെട്ടിച്ചു തരൂ. എന്ന് ഞാൻ കെഞ്ചുമെന്ന് കരുതിയോ? ഏയ് പശുപതി, ഞാൻ ആരാണെന്നറിയോ?